കേരളത്തിന് താമര ചിഹ്നത്തോടുള്ള അലർജി മാറിയെന്നാണ് KPCC മുൻ അധ്യക്ഷനും മുൻ മന്ത്രിയുമായ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ മറ്റുള്ളവരെല്ലാം BJPക്ക് വോട്ട് ചെയ്തെന്നും സിനിമാ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് സമാധാനത്തിന് വേണ്ടി പറയുന്നതാണെന്നും തിരുവനന്തപുരത്ത് 4 മാസം മുന്നേ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെയെന്നുമുള്ള മുരളീധരന്റെ കഴിഞ്ഞ ദിവസത്തെ വാദം ശ്രദ്ധേയമായിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ടറിയാം. അതിനാലാണ് വയനാട്ടിൽ പാർട്ടി യോഗം ചേർന്നത്. ഈ ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ എടുത്ത തീരുമാനം നടപ്പാക്കാൻ പാർട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാകും. പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ക്യാമ്പ്. തനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്നും കെ മുരളീധരൻ അഴകൊഴമ്പൻ മറുപടിയായി പറഞ്ഞിരുന്നു. ഏതായാലും മുരളീധരന്റെ ഈ മാറി നിൽപ്പും ചില ചിന്താഗതികളും പാർട്ടിക്കിടയിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. എന്നാൽ മറ്റു ചില വാദവുമായി നേതാവ് എത്തിയിരിക്കുകയാണ്. ചവിട്ടി പുറത്താക്കിയാലും താൻ കോൺഗ്രസ് വിട്ടു പോകില്ലെന്നാണ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത്. തൃശൂർ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. കെ കരുണാകരന് ഇനി ഒരു ചീത്തപ്പേരും ഉണ്ടാക്കില്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ലെന്ന് അവർ തന്നെ രാവിലെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വയനാട് ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സജീവമാകുമെന്നാണ് മുരളീധരന്റെ വാദം. എന്നാൽ വയനാട് നടന്ന നേതൃ ക്യാമ്പിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കടുത്ത ഭാഷയിലാണ് VD സതീശൻ വിമർശനം ഉന്നയിച്ചത്. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ കൊള്ളില്ലെന്നുമാണ് സതീശന്റെ വിമർശനം. മണ്ഡലം പുനഃസംഘടനയിൽ A ഗ്രൂപ്പും കെ സുധാകരനെതിരെ രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് സുധാകരനെതിരെ കടുത്ത വിമർശനമുയർന്നത്. നേരത്തെയും KPCC അധ്യക്ഷന്റെ നടപടികളിൽ സതീശന് അതൃപ്തിയുണ്ടായിരുന്നു. പലതവണ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇത്രയും വിമർശനം ഉയർന്നിട്ടും സുധാകരൻ ഒരക്ഷരം മറുപടി നൽകിയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി മിഷൻ 2025 അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് സതീശൻ തന്റെ പദ്ധതി അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം നടത്തണമെന്നാണ് സതീശന്റെ നിർദ്ദേശം. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കണം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഗൗരവമായി കാണണമെന്നും ക്യാമ്പിൽ അഭിപ്രായമുയരുന്നുണ്ട്. CPM വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടി. എന്നാൽ തെക്കൻ കേരളത്തിൽ BJPയിലേക്കാണ് ആ വോട്ടുകൾ പോയത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരം എന്ന പ്രതിച്ഛായ സഹായിച്ചുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ BJPയുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായെന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു.